ഹായ് ഓൾ, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്ററ്റ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ് അല്ലേ? എല്ലാവരും എക്സാമിൻ്റെ ഒരു ചൂടിലാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഈ ഒരു സെഷനിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ നൈബർ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്. ഇപ്പൊ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഭാഗം ഏതാണ്? ആർട്ടിക്കിൾ ആണ് അല്ലെ? അപ്പൊ ആർട്ടിക്കിളിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് മൈ നൈബർ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി എംപ്ലോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും കുറച്ച് കുട്ടികൾക്കെങ്കിലും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. AEIOU വവൽസിന് ശേഷം അല്ലെ വവൽസിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളും കൺസോണൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിളുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വവൽസിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ എന്താണ് വവലാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്? ആൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും. എന്നാൽ അത് തെറ്റാണ്. കാരണം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു വേർഡില് യു എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലെ? യു ഫോർ അംബ്രല അല്ലെ? പക്ഷെ ഇവിടെ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്? യു എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ അവിടെ എന്ത് വന്നു? ആ പ്രൊനൗൺസിയേഷൻ ഒരു വയലേഷൻ വന്നത് കൊണ്ട് തന്നെ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ എപ്പോഴും വവൽസിന് തൊട്ട് മുന്നായിട്ട് ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡിൽ നമ്മൾ പ്രൊനൗൺസിയേഷൻ ഒരു വയലേഷൻ വന്നു. അതായത് യു എപ്പോഴും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ആ എന്നാണ്. യു ഫോർ അംബ്രല എന്നാണ് ആ എന്നുള്ള ഒരു സൗണ്ട് ആണ് യുവിന് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ യുവിനെ യൂന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ആ പ്രൊനൗൺസിയേഷനിൽ വന്ന ഒരു വ്യത്യാസമായതുകൊണ്ട് തന്നെ ഇവിടെ വവലിന് പകരം എന്താണ്? ഇതൊരു കൺസോണന്റ് സൗണ്ട് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? യൂണിവേഴ്സിറ്റി, യൂറോപ്യൻ, യൂണിക്കോൺ, യൂഷ്വൽ, പിന്നെന്താണ് അങ്ങനെയൊക്കെ ഉള്ള വേർഡ്സിന് അപ്പൊ അവിടെ എല്ലാം പ്രൊനൗൺസിയേഷൻ ആ യുവിൽ ഒരു ചെറിയ വ്യത്യാസം അല്ലെ ആ സൗണ്ടിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ പിന്നെ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് സൈലന്റ് എച്ച് വരുന്ന കേസുകളിൽ. ഇപ്പം അവർ HOUR അല്ലെ? അത് നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? അവർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എച്ച് എന്താണ് അവിടെ? സൈലന്റ് ആണല്ലോ. അവർ, എയർ, ഓണസ്റ്റ്, ഇവയ്ക്കെല്ലാം എന്താണ്? അവർ, എയർ, ഇവിടെ എല്ലാം എന്താണ്? എച്ച് സൈലന്റ് ആണ്. അപ്പൊ സൈലന്റ് എച്ച് വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ആൻ യൂസ് ചെയ്യും. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അതും എന്താണ്? ഒരു എക്സെപ്ഷണൽ കേസാണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഇതേപോലെ പ്രൊനൗൺസിയേഷന് വയലേഷൻ വരുമ്പോഴും നമ്മൾ എന്താണ്? എ യൂസ് ചെയ്യും. അതേപോലെ സൈലന്റ് എച്ച് വരുന്ന കേസുകളിലാണെങ്കിൽ ആൻ ആണ് അവിടെ എന്താണ് ആർട്ടിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് മൈ നൈബർ ഈസ് എ യൂണിവേഴ്സിറ്റി എംപ്ലോയി എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? വളരെ കേറ്ററ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാറ്റഗറി 1, 2, 3, 4 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയ അല്ലെ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയ സെന്റൻസ് ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഓപ്ഷൻസ് വായിക്കാം. നൈദർ ദി ലീഡർ നോർ ദി ഫോളോവേഴ്സ് വാസ് റെഡി ഫോർ ദി ഡയലോഗ്. Neither the leader nor the followers were ready for the dialogue. Neither the leader or the followers were ready for the dialogue. Neither the leader or the followers were not ready for the dialogue. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ആദ്യം ഓപ്ഷൻസിൽ നിന്ന് കുറച്ച് 1-2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം നൈദർ നോർ എന്നാണ് ഒരു യൂസേജ് പഠിച്ചിട്ടുള്ളത് അല്ലെ? നൈദർ നോർ, ഐദർ ഓർ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നൈദർ നോർ, അതേപോലെ തന്നെ എന്താണ്? ഐദർ ഓർ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആണല്ലോ. അപ്പോ ഇവിടെ നോക്കിയേ, നൈദർ ദി ലീഡർ നോ ഓർ ദി ഫോളോവർ. ഓർ എന്ന് വരുന്ന എന്തിന്റെ കൂടെയാണ്? ഐദറിന്റെ കൂടെയാണ് നമ്മൾ ഓർ യൂസ് ചെയ്യുന്നത്. നൈദറിന്റെ കൂടെ ആണെങ്കിലോ നോർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വെച്ച് തന്നെ ഈ ഓപ്ഷൻ വേണ്ടാന്ന് വെക്കാം. തൊട്ട് താഴത്തെ അങ്ങനെ തന്നെയാണ്. നോക്കിക്കേ, നൈദർ ദി ലീഡർ ഓർ ദി ഫോളോവേഴ്സ്, അവിടെയും ഓർ ആണ് വന്നിരിക്കുന്നത്. സോ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എവിടെ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്യാം? ഇവിടെ വെച്ച് തന്നെ കളയാം. ഇനി എ ആണോ ബി ആണോ നമ്മുടെ ആൻസർ എന്ന് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. നോക്കിക്കേ, നൈദർ ദി ലീഡർ നോർ ദി ഫോളോവേഴ്സ് വാസ് റെഡി ഫോർ ദി ഡയലോഗ്. നൈദർ ദി ലീഡർ നോർ ദി ഫോളോവേഴ്സ് വെയർ റെഡി ഫോർ ദി ഡയലോഗ്. പിന്നെ നമ്മൾ തിരിച്ച് എവിടേക്ക് വരണം? നമ്മുടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കോൺകോഡിലേക്ക് വരണം. അപ്പൊ കോൺകോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
നൈദർ നോർ, ഐദർ ഓർ, അതേപോലെ തന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതിന് 3 വന്നു കഴിഞ്ഞാൽ അവിടെ വേർബ് എപ്പോഴും സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതൊക്കെയാണ്? നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ 3 യൂസേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേർബ് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇവിടെ നൈദർ ദി ലീഡർ, ദ ലീഡർ എന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ്. നോർ ദി ഫോളോവേഴ്സ്, ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് ആണല്ലോ. ദി ലീഡർ എന്നുള്ള ഫസ്റ്റ്, ദി ഫോളോവേഴ്സ് എന്നുള്ള സെക്കൻഡ് സബ്ജക്റ്റ് ആണല്ലോ. സോ നൈദർ നോർ വന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വേർബ് ഇരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ദി ഫോളോവേഴ്സ്, പ്ലൂറൽ ആണ് ആണല്ലോ. പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന വേർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അതുകൊണ്ട് ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. നൈദർ ദി ലീഡർ നോർ ദി ഫോളോവേഴ്സ് വെയർ റെഡി ഫോർ ദി ഡയലോഗ് എന്നാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കെ, ഈ 3 യൂസേജിന്റെ കൂടെ ഈ 3 യൂസേജ് വന്നാലും വേർബ് സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്ട് സെക്കൻഡ് സബ്ജക്ട് ഫോളോവേഴ്സ് ആയതുകൊണ്ട്, അത് പ്ലൂറൽ ആയതുകൊണ്ടാണ് വാസ് വരാതെ അവിടെ എന്ത് വന്നത്? വെയർ വന്നത്. ഓക്കെ, ഇപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. The team of players dash practicing for the championship. The team of players dash practicing for the championship. നോക്കിയേ, 4 ഓപ്ഷൻസ് ആണ്, 4 വേർബ് ആണ് കൊടുത്തിരിക്കുന്നത്. ആർ, ഈസ്, വെയർ, ഹാവ് ബീൻ. എന്തൊരു ആൻസർ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദി ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കളക്റ്റീവ് നൗൺ ആണ്. പ്ലെയേഴ്സിന്റെ കൂട്ടത്തെയാണ് നമ്മൾ ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. എ ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയും അല്ലെ. അതൊരു കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ കളക്റ്റീവ് നൗണിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. കളക്റ്റീവ് നൗണിന് ശേഷം എപ്പോഴും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന വേർബ് ആറ്, വെയർ, ഹാവ് ബീൻ ആണല്ലോ. 3 വേർബുകൾ തന്നിട്ടുണ്ട്. ഈ 3 വേർബുകളുടെയും പ്രത്യേകത എന്താണ്? ഇതെല്ലാം പ്ലൂറൽ വേർബുകളാണ് ആണോ? 3ഉം പ്ലൂറൽ ആണ്. ഇതിൽ സിംഗുലർ ആയിട്ടുള്ള ഏത് മാത്രമേ ഉള്ളൂ? ഈസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്നും ആൻസറിലേക്ക് എത്തിച്ചേരാം. നോക്കിക്കേ, നമ്മുടെ ഈ ആൻസറിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വ്യത്യസ്തമായിട്ട് ഒരു വേർബ് മാത്രമേ എന്തായിട്ടുള്ളൂ? സിംഗുലർ ആയിട്ടുള്ളൂ. ബാക്കി 3ഉം പ്ലൂറൽ ആണ്. അപ്പൊ അതിൽ നിന്ന് വേണം നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, കളക്റ്റീവ് നൗണിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വരും? എ ടീം ഓഫ് പ്ലെയേഴ്സ് ഈസ് പ്രാക്ടീസിംഗ് ഫോർ ദി ചാമ്പ്യൻഷിപ്പ് എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ സെന്റൻസ് ഇൻ ദി പാസീവ് വോയിസ്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ പാസീവ് വോയിസിലുള്ള സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ദി ഗാർഡനർ വാട്ടേർഡ് ഓൺലി ദി ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ദി പ്ലാന്റ് വാസ് എക്സ്പയർഡ് ഇൻ ഡീറ്റെയിൽ. ഷീ ഹാസ് ജോയിൻഡ് ന്യൂ ഫിലിം. ഹി വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ഇൻ ടൈം. അപ്പോൾ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണ്? പാസീവ് വോയിസിൽ ഒരിക്കലും ടെൻസ് ചേഞ്ച് ഉണ്ടാകില്ല. അത് ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ടെൻസ് ചേഞ്ച് ഒരിക്കലും വരില്ല. പിന്നെ എപ്പോഴും പാസീവ് വോയിസിൽ എന്ത് കാണും? V3 കാണും. അത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാസീവ് വോയിസിൽ എന്ത് കാണും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും പാസീവ് വോയിസിൽ കാണും. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം ആയിരിക്കും എപ്പോഴും പാസീവ് വോയിസിൽ വരുന്നത്. V3 ഫോം വരും, വേർബിന്റെ 3rd ഫോം. അപ്പൊ നോക്കിയേ, ഇവിടെ വേർബിന്റെ 3rd ഫോം ഉള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ, ബാക്കിയെല്ലാം നമുക്ക് വേണ്ടാന്ന് വെക്കാം ആണല്ലോ. അപ്പൊ ഇവിടെ വാട്ടേർഡ് 3rd ഫോം ഉണ്ട്, എക്സ്പ്ലെയിൻഡ്, ജോയിൻഡ്. ഇവിടെ വിൽ അറ്റൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷനിൽ നിന്ന് ഓപ്ഷൻ ഡി നമുക്ക് വേണ്ടാന്ന് വെക്കാം ആണല്ലോ. ഇനി നോക്കിക്കേ, ദി ഗാർഡനർ വാട്ടേർഡ് ഓൺലി ദി ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മൾ പാസീവ് വോയിസ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നുകിൽ ഒരു ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ യൂസ് ചെയ്യണം അല്ലെ. പിന്നെന്താണ്, ചിലപ്പോൾ അതിന്റെ കൂടെ എന്താണ് ഒരു ING ഫോം വേണ്ടി വരും, അല്ലെ ബീയിങ് ഒക്കെ യൂസ് ചെയ്യണം. അങ്ങനെ വരും. അല്ലെങ്കിൽ എന്ത് വരും? ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡിന്റെ കൂടെ ബീനും യൂസ് ചെയ്യണം. ഈ ഒരു രീതിയിലാണല്ലോ നമ്മൾ പാസീവ് വോയിസ് പഠിച്ചിട്ടുള്ളത് ആണോ. അപ്പൊ നോക്കിയേ, ഇവിടെ ദി പ്ലാൻ വാസ് എക്സ്പയർഡ് ഇൻ ഡീറ്റെയിൽ. അവിടെ ഒരു വാസ് വന്നിട്ടുണ്ട്. ആമ ഈസ് ആർ അല്ലെ വാസ് വെയർ, അത് വരുമല്ലോ. ഓക്കെ, അതുണ്ട്. ഇനി ഹാസ് ജോയിൻഡ്, ഹാസോ ഹാവോ ഹാഡോ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് വരണം? ഒരു ബീൻ കൂടി വരണം. എന്നിട്ടാണ് V3 വരുന്നത്. സോ ഈ ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യാം? വേണ്ടാന്ന് വെക്കാമല്ലോ. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ദി ഗാർഡനർ വാട്ടേഡ്. അവിടെ എന്ത് വന്നിട്ടില്ല? ആമും ഈസും ആറും വന്നിട്ടില്ല. വാസും വേറും ഹാസും ഹാവും ഹാഡും ഒന്നും തന്നെ വന്നിട്ടില്ല. സോ അതും എന്താണ്? തെറ്റാണ്. സോ അവർ ആൻസർ ഈസ് ദ പ്ലാൻ വാസ് എക്സ്പയർഡ് ഇൻ ഡീറ്റെയിൽ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദി പ്ലാൻ വാസ് എന്താണ്? ഓക്സിലറി വെർബ് വന്നു, V3 ഫോം വന്നു, ഇൻ ഡീറ്റെയിൽ.
ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്